ഗൈസ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെയിൻസോ മാൻ്റെ മൂവിയാണ്. എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് റിലീസായ ചെയിൻസോ മാൻ്റെ മൂവി റിസി ആർക്കിന് ബേസ് ചെയ്തിട്ട് റിലീസായ മൂവിയാണ്. ഈ മൂവി സീസൺ 1 കണ്ടു കഴിഞ്ഞവർക്ക് കാണാം, കാരണം സീസൺ 1ൻ്റെ പ്രോപ്പർ കണ്ടിന്യൂഷൻ ആണ്. എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ മൂവിയുടെ ഒരു ചെറിയ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം നല്ലൊരു കിടില മൂവി തന്നെയാണിത്. ഒരു ഫാസ്റ്റ് ബേസിൽ പോകുന്ന സ്റ്റോറിയുള്ള ഒരു കിടിലൻ സാധനം. സീൻസും എല്ലാം കിടിലനായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ചെയിൻസോ മാൻ്റെ മൂവിയാണ്. നമുക്ക് ധൈര്യമായിട്ട് ഇതിന് ആനിമേഷൻ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. സോ നമ്മളിപ്പം എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനിത് പാർട്സ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടിക്കാനും കമൻറ്റ് ചെയ്യാനും എല്ലാം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം വീഡിയോ ഇട്ടിട്ട് 2 ആഴ്ചയെല്ലാം കണ്ട് മേളിലായി. സോ സപ്പോർട്ട്സ് ഒക്കെ വളരെ കുറവായിരിക്കും. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ മാക്സിമം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനൊരു വെബ് സീരീസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതിലാണ് വരുന്നത്. നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നെ ഫോളോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ആ സംഭവങ്ങൾ, ആ പോസ്റ്റൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വേറെ കാര്യങ്ങളൊന്നും പറയില്ല. സോ നമുക്ക് നേരെ ചെയിൻസോ മാൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇവിടെ തുടക്കത്തിനെ കാണിക്കുന്നത് നമ്മുടെ ഡെഞ്ചിയുടെ ചെറുപ്പമാണ്. നമ്മുടെ ഡെഞ്ചി എങ്ങോട്ടോ നടന്നു പോകുന്ന സമയത്തായിരുന്നു ഒരു എലീനെ കാണുന്നത്. ഡെഞ്ചി നമ്മുടെ എലീനെ ഫോളോ ചെയ്ത് പോവുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഡെഞ്ചി നേരത്തെ ഒരു ഡോർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം ഡോർ നമ്മുടെ ഡെഞ്ചി വീണ്ടും കാണുകയാണ്. ഡോറിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഡെഞ്ചിയുടെ പോച്ചിറ്റയുടെ വോയിസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കേൾക്കുകയാണ്. കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഡെഞ്ചി അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും, ഈ ഡോറ് നീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പാടില്ല, ഇത് നീ ഇപ്പോ ഓപ്പൺ ചെയ്താൽ നീ ഉറപ്പായിട്ടും പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. തന്നെ നമ്മുടെ ഡെഞ്ചി പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. അന്നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സ്വപ്നമാണെന്ന് നമുക്ക് അന്നേരമാണ് മനസ്സിലാക്കുന്നത്. ഡെഞ്ചി ഞെട്ടി ഉണരുന്ന ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ പവറും എഴുന്നേൽക്കുന്നുണ്ട്. ഡെഞ്ചി നോക്കുന്ന സമയത്ത് നമ്മുടെ പവറിന്റെ തലയിൽ വീണ്ടും 2 കൊമ്പും കൂടെ മുളച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ പവറിനോട് പറയുന്ന സമയത്ത് നമ്മുടെ പവർ ആണെങ്കിൽ നല്ല കിടിലം പഞ്ച് നമ്മുടെ ഡെഞ്ചിക്ക് കൊടുക്കുന്നുണ്ട്. അവർ വിചാരിച്ചു ഡെഞ്ചി തന്നെ കളിയാക്കുകയാണെന്ന്. ഇതന്നെ നമ്മുടെ പവർ ആണെങ്കിൽ മിററിൽ നോക്കുന്ന സമയത്ത് തനിക്ക് വീണ്ടും ഒരു കൊമ്പ് മുളച്ചിട്ടുള്ള കാര്യം പവറിന് മനസ്സിലാക്കിയാണ്. അതിനെ കൂട്ടിക്കൊണ്ട് അങ്ങനെ നമ്മുടെ ഡെഞ്ചി ഓഫീസിലേക്ക് വരികയാണ്. നമ്മുടെ മാക്കിമയാണെങ്കിൽ നമ്മുടെ പവറിന്റെ കൊമ്പ് നോക്കുകയാണ്. ഫിറ്റിംഗ് ആയിട്ട് നിനക്ക് വീണ്ടും 2 കൊമ്പും കൂടെ വന്നല്ലേ? ഭാരതിക ബ്ലഡ് കുടിച്ചത് കൊണ്ടാണ് ഈ കാര്യം സംഭവിച്ചത്. അറിയാതെ നീ തന്നെ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിനക്ക് അറിയാമല്ലോ. ഇവിടെ തന്നെ ഇവളെ ശരിയാക്കാൻ വേണ്ടി ഇവളുടെ ബ്ലഡ് നമ്മൾ ഡ്രെയിൻ ചെയ്യണം എന്ന് നമ്മുടെ ഡെഞ്ചി ചോദിക്കുന്ന സമയത്ത് ഭാരതിക ബ്ലഡ് യൂസ് ചെയ്തതുകൊണ്ടാണ് ഇവളുടെ പവർ കൂടിയത്. അതുകൊണ്ടാണ് ഈ കൊമ്പ് വന്നത്. സോ അത് ബ്ലഡ് മാറ്റുന്ന സമയത്ത് അത് മാറിക്കോളൂ. എനിക്ക് ഇതിനോട് വേറൊരു കാര്യം വേണ്ടി പറയാനുണ്ട്. ഒരു ഡ്യൂട്ടി എനിക്ക് തരാൻ വേണ്ടിയുണ്ട്. സോ ആ സമയത്ത് നിനക്ക് വേണ്ടി ജോലി ചെയ്യാൻ പവറിനെ വിടാൻ വേണ്ടി സാധിക്കത്തില്ലേ? നിന്റെ ടീമിലേക്ക് വേറൊരാളെ അപ്പോയിന്റ് ചെയ്യട്ടെ, പവറിനെ നിങ്ങൾ വെച്ചോ എന്ന് നമ്മുടെ ഡെഞ്ചി പറയുകയാണ്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ പവർ ഇല്ലാതായി പോകുന്നുണ്ട്. ഡെഞ്ചിയുടെ ടീമിലേക്ക് പുതിയതായിട്ട് ഒരു മാങ്ങാണ്ടി മോറിനെ കൊടുക്കുകയാണ്. ഹേ ചെയിൻസോ മാൻ, ഞാൻ നിങ്ങളുടെ ഒരു ഫാൻ ആണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഡെഞ്ചി അവനൊരു ഇടിയം കൊടുക്കുകയാണ്. നമ്മുടെ ഡെഞ്ചി ചോദിക്കുന്ന സമയത്ത് ഇവനാണ് ഷാർക്ക് ഡെവിൾ. നമ്മുടെ ഡെഞ്ചിയുടെ ടീമിൽ ചേർക്കാൻ വേണ്ടിയുള്ള കാര്യമെന്ന് വെച്ചാൽ ചെയിൻസോ മാൻ്റെ ഒരു വലിയ ഫാൻ ആണ്. തന്നെ നിന്റെ ടീമിലേക്ക് ഇവനെ ചേർത്താൽ നിനക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുമെന്നും അതുമാത്രമല്ല നിന്റെ ഒരു ബെസ്റ്റ് പാർട്ണർ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവനെ നിന്റെ ടീമിലേക്ക് ചേർത്തത്. കാണുന്ന സമയത്ത് ഒരു സൈക്കോനെ പോലെ ഉണ്ടെന്ന് നമ്മുടെ ഡെഞ്ചി പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെഞ്ചിനെ വീടിന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോവുകയാണ്. സോ നമ്മുടെ ഡെഞ്ചി അവനെ അടിച്ച് തറയിൽ വിടുകയാണ്. നിന്റെ മൂഡ് അത്രയ്ക്ക് ശരിയല്ലെന്ന് തോന്നുന്നല്ലോ എന്ന് നമ്മുടെ മാക്കിമ ചോദിക്കുന്ന സമയത്ത്, നാളെ നീ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് ഡേറ്റിങ്ങിന് പോയാലോ? ഈ സമയത്ത് തന്നെ നമ്മുടെ ഡെഞ്ചിക്ക് ഒരുപാട് സന്തോഷമാക്കുന്നുണ്ട്. ദിവസം വരികയാണ്. സോ നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ്. ആഗ്രഹിച്ച കാര്യം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോ ഭൂമിയിലെ സ്വർഗം കാണാൻ വേണ്ടി പോവുകയാണ്. തന്നെ നമ്മുടെ മാക്കിമ ഡെഞ്ചിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. മാക്കിമ, നിന്റെ ഡ്രസ്സ് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഈ ഡേറ്റിങ്ങിനൊന്നും പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് എന്താണെന്നൊന്നും അറിയത്തില്ല എന്ന് നമ്മുടെ ഡെഞ്ചി പറയുന്ന സമയമില്ല. നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ മാക്കിമ പറയുന്നത് നമ്മുടെ ഡെഞ്ചിയുടെ എക്സ്പെക്ടേഷൻ എല്ലാം പോയിട്ട് നമ്മുടെ ഡെഞ്ചി സിനിമ കാണാൻ വേണ്ടി വരികയാണ്. കൂടെ ഇരുന്ന് കാണുന്ന എല്ലാ ആൾക്കാരും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ മൂവി ഇരുന്ന് കാണിക്കുകയാണ്. ഒക്കെ വരുന്ന സമയത്ത് അവരുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും ഡെഞ്ചിയും ചിരിക്കുന്നൊന്നുമില്ല. അവർ ഒരുപാടധികം സിനിമ കാണുന്നുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് കാണുന്ന ആൾക്കാർക്ക് ആ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. രണ്ടുപേരും സിനിമ കാണുന്നത് ഒരു ഇമോഷനും ഇല്ലാത്തതുപോലെയാണ്. കുറേ സിനിമ അവർ കണ്ടു. സോ ഈ സിനിമയ്ക്കകത്തിലെ ഒരു സിനിമ പോലും അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ തന്നെ എന്തോ കാര്യത്തിനും അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊട്ട് ഒന്നും തോന്നുന്നില്ല. അതിനെ നമ്മുടെ ഡെഞ്ചി സിനിമ തീർന്നതായിട്ട് നമ്മുടെ മാക്കിമനോട് ചോദിക്കുക, ഈ സിനിമയൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ തന്നെ നിനക്കും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മുടെ മാക്കിമ പറയുകയാണ്. കേട്ടാ നമ്മുടെ ഡെഞ്ചി പറയുകയാണ്, നമുക്ക് അവസാനമായിട്ട് ഒരു സിനിമയും കൂടെ കാണാം. ഇത് ചിലപ്പം നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്താലോ. രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അവസാനമായി ഒരു സിനിമ കാണുകയാണ്. പക്ഷെ ആ സിനിമ കണ്ടുകൊണ്ട് നമ്മുടെ മാക്കിമ
കരയുകയാണ്. ഡെഞ്ചിക്കും ഈ ഇമോഷനൊക്കെ കറക്റ്റ് ആയിട്ട് കണക്ട് ആക്കുന്നുണ്ട്. ഡെഞ്ചി കരയുന്നുണ്ട്. സോ മാക്കിമ കരയുന്നുണ്ടോ എന്നുകൊണ്ട് നമ്മുടെ ഡെഞ്ചി നോക്കുന്ന സമയത്ത് നമ്മുടെ മാക്കിമ കരയുന്നുണ്ട്. മാക്കിമ കരഞ്ഞെന്നുള്ള ഒരു കാര്യം കണ്ടുകൊണ്ട് നമ്മുടെ ഡെഞ്ചിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. സിനിമയൊക്കെ കഴിഞ്ഞിട്ട് അവർ ആ സിനിമയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ സിനിമയുടെ അവസാനത്തെ സീന്, ആ ഇമോഷനൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ കണക്ട് ആയി എന്ന് മാക്കിമ പറയുന്ന സമയത്ത് എനിക്കും കണക്ട് ആയെന്ന് നമ്മുടെ ഡെഞ്ചി പറയുന്നത്. മാക്കിമേനോട് താങ്ക്സ് പറയുകയാണ്. തനിക്കൊരു ഇമോഷനും ഇല്ലെന്നാണ് താൻ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. സോ മാക്കിമ കാരണമാണ് പുറത്തേക്ക് വിടാൻ വേണ്ടി സാധിച്ചത് എന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഡെഞ്ചി താങ്ക്സ് പറയുന്നത്. തന്നെ നമ്മുടെ മാക്കിമയാണെങ്കിൽ തന്റെ ചെവി എടുത്തിട്ട് ഡെഞ്ചിയുടെ ഡെഞ്ചിലേക്ക് വെച്ചിട്ട് അവന് ഹൃദയമുണ്ടോ എന്ന് നോക്കുകയാണ്. ഡെഞ്ചിയോട് പറയുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് ഹൃദയമുണ്ടെന്ന് പറഞ്ഞിട്ട് മാക്കിമ അവിടെ നിന്ന് പോകും. മാക്കിമ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ ഒരുപാട് സന്തോഷം ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് ഹൃദയമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മാക്കിമയ്ക്ക് തന്നെ ഇഷ്ടമാണെന്നാണ് നമ്മുടെ ഡെഞ്ചി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചാരിറ്റിക്ക് ആണെങ്കിൽ പൂ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി ഇരുന്ന പൂവിൽ നിന്ന് ഒരു പൂ എടുത്തിട്ട് നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ അത് തിന്നുകയാണ്. കണ്ടിട്ടുള്ള അവരുടെ എക്സ്പ്രഷനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഡെഞ്ചിനെ ഷാർക്ക് ഡീമൻ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഡെഞ്ചി കാണുന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. കാരണം മാക്കിമയെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ഉല്ലസിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെഞ്ചി ഒരു കാര്യം തീരുമാനിക്കുകയാണ്, താനിനി ഒരു പെണ്ണിനെ കുറിച്ച് ഇനി ചിന്തിക്കാൻ വേണ്ടി പാടില്ല. കാരണം തനിക്ക് മാക്കിമയെ മാത്രം മതിയുള്ള ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഡെഞ്ചി ഒരുപാടധികം സന്തോഷത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് അങ്ങോട്ട് മര വരുന്നത്. സോ മര വരുന്ന സമയത്ത് വെള്ളം വരുന്നു എന്നുമായിട്ട് നമ്മുടെ ഷാർക്ക് ഡീമൻ അവിടെ കിടന്ന് അലക്കുകയാണ്. നീ വെള്ളത്തിൽ നിന്ന് വന്നേലേ, പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത് നമ്മുടെ ഡെഞ്ചി ചോദിക്കുകയാണ്. ഡെഞ്ചിയുടെ ഒരു കുടയില്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒരു ഫോൺ ബൂത്തിന്റെ അതിലേക്ക് കയറി നിൽക്കുകയാണ്. നമ്മുടെ ഡെഞ്ചിനെ പോലെ തന്നെ വേറൊരു പെൺകുട്ടിയും കുട എടുത്തിട്ടില്ലായിരുന്നു. സോ അതോടെ തന്നെ ആ ഫോൺ ബൂത്തിലേക്ക് കയറി വരികയാണ്. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അവളാണെങ്കിൽ നമ്മുടെ ഡെഞ്ചിനെ നോക്കി ഒരു ചിരി ചിരിക്കുകയാണ്. നീ എന്തിനാണ് എന്നെ നോക്കി ചിരിക്കുന്നത്? എന്നെ കണ്ടിട്ട് നിനക്കൊരു കോമാളിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് നമ്മുടെ ഡെഞ്ചി ചോദിക്കുന്നില്ല. ഞാൻ ചുമ്മാ ചിരിച്ചതാണ് എന്ന് അവൾ പറയുന്നു. ഇത് തന്നെ നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ അവന്റെ വായിൽ നിന്നുള്ള പൂ എടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുക. അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നിങ്ങളുടെ മാജിക് ട്രിക്ക് കൊള്ളാം എന്ന് അവൾ പറയുന്നു. സൗന്ദര്യം കണ്ടിട്ട് നമ്മുടെ ഡെഞ്ചി ആണെങ്കിൽ ഒരു നിമിഷം ഇല്ലാതാകുകയാണ്. തന്നെ അവിടെ വെച്ച് മരയെ നിൽക്കുകയാണ്. ആണെങ്കിൽ എന്റെ കൂടെ വന്നോ, ഞാനിവിടെ അടുത്തുള്ള ഒരു കഫേയിലാണ് വർക്ക് ചെയ്യുന്നത്, നിനക്കൊരു ചായയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം, നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് പിരിയാം. ഇതേ സമയത്ത് തന്നെ അവൾ അവിടെ നിന്ന് പോവുകയാണ്. അവൾ അവിടെ നിന്ന് പോയിട്ട് കഫേ കയറിയിട്ട് അവൾ അവളുടെ ജോലി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഡെഞ്ചി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നീ എപ്പോഴാ വന്നേ? നീയല്ലേ പറഞ്ഞ് ഫ്രീ ആണെങ്കിൽ വരാം, അതുകൊണ്ടാണ് ഞാൻ വന്നത്. വന്നിരുന്നേ അവളാണെങ്കിൽ കടയിലെ ഓണറിനോട് ഇന്നൊരു ലീവ് ചോദിക്കുകയാണ്. ഡെഞ്ചിയുടെ കൂടെ ഇരുന്നിട്ട് അവൾ ചായയൊക്കെ കുടിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. ഡെഞ്ചി ആണെങ്കിൽ ഫ്രണ്ട്ലി ആവാൻ വേണ്ടി ഒരുപാടധികം കോമഡി ഒക്കെ പറയുന്നുണ്ട്. സോ അതാണെങ്കിൽ അവൾക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുമുണ്ട്. അവളാണെങ്കിൽ നമ്മുടെ ഡെഞ്ചിനെ ഇങ്ങനെ തൊട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. സോ അന്നേരം നമ്മുടെ ഡെഞ്ചിക്ക് എന്തോ രീതിയിലുള്ള ഫീലിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. വേണ്ടിയാണ് ഇങ്ങനെ തൊട്ടൊക്കെ സംസാരിക്കുന്നത്. ഇവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് നമ്മുടെ ഡെഞ്ചി വിചാരിക്കുന്നു. കോമഡിയൊക്കെ എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവൾ പറയുന്നതായി. എന്റെ പേര് വന്നിട്ട് റീസ. എന്തുവാ ഡെഞ്ചി? ഓ, നിന്റെ പേര് ഒരുപാടധികം ക്യൂട്ട് ആയിട്ടുണ്ട്. നിന്നെ പോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് ഇവളെ ഒരുപാടധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവൾക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനു വേണ്ടിയാണ് ഇവളെ സ്നേഹിക്കുന്നത്? എനിക്ക് മാക്കിമേ ഉണ്ടല്ലോ. കാണിക്കുന്നത് നമ്മുടെ ആക്കിയാണ്. സോ ആക്കിയോ ആണെങ്കിൽ ഏഞ്ചൽ ഡെവിളിന്റെ അടുത്തേക്ക് വരികയാണ്. കഴിച്ചു കഴിഞ്ഞോ, നമുക്ക് പെട്രോളിങ്ങിന് വേണ്ടിയുള്ള സമയമായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നമുക്ക് ഡ്യൂട്ടിയിലേക്ക് പോകാം. ഒന്ന് വെയിറ്റ് ചെയ്യടാ, ഞാൻ ഒരു ഐസ്ക്രീം കൂടെ കഴിക്കട്ടെ, എനിക്ക് എനർജി കിട്ടത്തുള്ളൂ, എന്നാലേ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. തന്നെ നമ്മുടെ ആക്കിയോ ദേഷ്യപ്പെട്ട് പറയുകയാണ്, നോക്ക്, ഞാൻ ഇവിടേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ യൂസ്ലെസ്സിലുള്ള ആൾക്കാരെയൊക്കെ യൂസ് ചെയ്തതിനെ കുറിച്ചുള്ള ക്ലൂ കണ്ടുപിടിച്ച് ഗൺ ഡെവിളിനെ കണ്ടുപിടിക്കാനാണ്. ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയൊക്കെ ടൈം വേസ്റ്റ് ചെയ്ത നിന്നെയും അതുപോലെ തന്നെ എല്ലാ ഡെവിൾസിനെയും ഞാൻ കൊല്ലും. ഏഞ്ചൽ ഡെവിൾ ചോദിക്കുകയാണ്, നീ എന്തിനു വേണ്ടിയാണ് ഇത്രയും ടഫ് ആകുന്നത്? കുറച്ചു നേരം നീ ഒന്ന് സമാധാനത്തോടെ തന്നെ മാറ്റി പറഞ്ഞ കാര്യം മാറ്റിയോ ചിന്തിക്കുകയാണ്. ഡബിൾ ചില്ലർ കാര്യമൊന്നുമല്ല, മോസ്റ്റ് പവർഫുൾ ഓഫ് ദ ഡിവിഷൻ 4 ആണ് ഏഞ്ചൽ ഡെവിൾ. ഡെവിളിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ നീ അവളെ നിന്റെ ടീമിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം. ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഒരു ഡെവിളിന്റെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലെന്നാണ് നമ്മുടെ ആക്കി പറയുന്ന സമയത്ത്, അപ്പൊ നീയും പവറും അവളെ വരെ ഞാനും അവളുമായിട്ട് അടി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. നിനക്ക് പറ്റിയ മെമ്പർ എന്ന് പറയുന്നത് ഇവള് തന്നെയാണ്. നീയും അവള് തമ്മിൽ ഫ്രണ്ട് ആവാൻ വേണ്ടിയല്ല പറയുന്നത്, നീ അവളെ നിന്റെ ബെനിഫിറ്റിന് വേണ്ടി യൂസ് ചെയ്യുക. ജനിച്ചത് ഒരു സാധാരണ വില്ലേജിലാണ്. ആ വില്ലേജിലുള്ള എല്ലാ ആൾക്കാരെയും ഇവൾ കൊന്നു കളഞ്ഞു. അവർ എന്ന് പറയുന്നത് തന്നെ ലൈവ് സ്പാം എടുത്തിട്ട് അതൊരു വെപ്പണായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു വെപ്പൺ എടുത്താലും ആ വെപ്പണെ ഇവക്കൊരു പവറായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. അവൾക്കൊരു യൂണീക്ക് എബിലിറ്റി തരാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെയാണ് നിന്റെ കട്ടാനിക്കും അവൾക്ക് എബിലിറ്റി തരാൻ വേണ്ടി സാധിക്കും. തന്നെ ഇവളെ ഫ്രണ്ട്ലി ആയിട്ട് നടത്തുന്നത് നിനക്ക് അഡ്വാൻറ്റേജ് മാത്രമേ നൽകത്തുള്ളൂ. ഇത് അടിക്കുന്നത് നമ്മുടെ ആക്കിയോയും അതുപോലെ തന്നെ ഏഞ്ചൽ ഡെവിളും കൂടെ ചേർത്തിട്ട് ഇവളിനെ എലിമിനേറ്റ് ചെയ്യുന്നതാണ്. ഇവളിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്കിയോ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. കാണുന്ന സമയത്ത് എനിക്ക് ഒരുപാടധികം ഡിലീഷ്യസ് ആയിട്ടാണ് തോന്നുന്നത്. നോക്ക്, വേണ്ട ഒരു ഹ്യൂമൻ ഒരു പ്രൈവറ്റ് ഡെവിൾ ഹണ്ടർ ആണെന്ന് തോന്നുന്നു. ആ ഡെവിൾ കഴിച്ചതാണ്. ഹ്യൂമൻ മരിക്കാറായിട്ട് കിടക്കുകയാണ്. തന്നെ അയാൾ പറയുകയാണ്, എന്നെ
അങ്ങ് കൊല്ലാമോ? ഇവിടെ ആറ്റുവാണെങ്കിൽ ഏഞ്ചൽ ഡെവിളിനോട് പറയുകയാണ് ഒരാളെ പെയിൻ ഇല്ലാതെ കൊല്ലാൻ വേണ്ടി സാധിക്കുമല്ലോ, സോ അതുകൊണ്ട് തന്നെ അയാളെ അങ്ങ് കൊന്നേക്ക്. എന്നെ കൊണ്ട് സാധിക്കത്തില്ല, ഞാനൊരു ഏഞ്ചൽ ആയിരിക്കും, അതുപോലെ തന്നെ ഞാനൊരു ഡെവിളും കൂടാണ്. മനുഷ്യരും മരിക്കുന്ന സമയത്ത് സഫർ ചെയ്യണം. ഏഞ്ചൽ ഡെവിൾ പറയുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആറ്റുവാണെങ്കിൽ തന്റെ കട്ടാനെ എടുത്ത് അങ്ങ് കുത്തി കൊല്ലുകയാണ്. ശേഷം നമ്മുടെ ആക്കി പറയുകയാണ്, ഞാൻ വിചാരിച്ചാലും എനിക്ക് നിന്റെ ഫ്രണ്ട് ആക്കാൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏഞ്ചൽ ഡെവിൾ പറയുകയാണ്, അത് ശരിയാണെന്നാണ് തോന്നുന്നത്. വെച്ച് ഞാൻ ഈ എക്സ്പ്ലനേഷൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി എക്സ്പ്ലനേഷൻ ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിത് ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ മൂവി തുടങ്ങിയിട്ട് പോലുമില്ല, എന്ന് വെച്ചാൽ ഞാൻ ഈ മൂവിയുടെ പകുതി പോലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. മൂവിയിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ മൂവി ഇഷ്ടപ്പെട്ടിരിക്കും. ഇനി എക്സ്പ്ലനേഷൻ 2 അല്ലെങ്കിൽ 3 പാർട്സും കൂടെ കാണുമായിരിക്കും കാരണം ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.